ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് IT പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അഥവാ വിവരസാങ്കേതിക വിദ്യ പുസ്തകത്തിലെ ആദ്യത്തെ പാഠമായ ഡിസൈൻ ഫാക്ടറിയിലെയും രണ്ടാമത്തെ പാഠമായ പത്രത്താളൊരുക്കാം എന്ന പാഠത്തിലെയും ചോദ്യോത്തരമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. അതിന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ, ആദ്യത്തെ പാഠമായ ഡിസൈൻ ഫാക്ടറി 24-ാം പേജിൽ ഇതാ 2 ചോദ്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ചോദ്യം 1. ഇങ്ക്സ്കേപ്പിൽ 2 രൂപങ്ങൾ ചേർത്ത് വെച്ച് സെലക്ട് ചെയ്ത് പാത്ത് ഡിഫറൻസ് എന്ന പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉത്തരം എ. 2 രൂപങ്ങളും ചേർന്ന് ഒന്നായി മാറുന്നു. ബി. താഴെയുള്ള രൂപത്തിൽ നിന്നും 2 രൂപവും ചേർന്ന് നിൽക്കുന്ന ഭാഗം ഒഴിവാകുന്നു. സി. 2 രൂപങ്ങളുടെയും പകർപ്പുകൾ ഉണ്ടാവുന്നു. ഡി. 2 രൂപങ്ങളും 2 ഭാഗങ്ങളായി മാറുന്നു. നോക്കൂ, ഇവിടെ ശരിയായ ഉത്തരം ബി ആണ്. താഴെയുള്ള രൂപത്തിൽ നിന്നും 2 രൂപവും ചേർന്ന് നിൽക്കുന്ന ഭാഗം ഒഴിവാകുന്നു. ചോദ്യം 2. ഇങ്ക്സ്കേപ്പിൽ ഒരു ഒബ്ജക്റ്റിന്റെ ട്രാൻസ്പെറൻസി 0% ആക്കിയാൽ എന്താണ് സംഭവിക്കുക? എ. ഒബ്ജക്റ്റ് സുതാര്യമായി കാണാൻ സാധിക്കാതെയാവുന്നു. ബി. ഒബ്ജക്റ്റ് വെളുത്ത നിറമാകുന്നു. സി. ഒബ്ജക്റ്റിന് കറുത്ത നിറമാകുന്നു. ഡി. ഒബ്ജക്റ്റ് ക്യാൻവാസിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. നോക്കൂ, ഇവിടെ ശരിയായ ആൻസർ എ ആണ്. ഒബ്ജക്റ്റ് സുതാര്യമായി കാണാൻ സാധിക്കാതെയാവുന്നു. ഓക്കെ, ഒന്നാമത്തെ പാഠമായ ഡിസൈൻ ഫാക്ടറിയിലെ 2 ചോദ്യങ്ങളും നമ്മളിവിടെ വിവരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠമായ പത്രത്താളൊരുക്കാം എന്ന പാഠത്തിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നോക്കൂ, ഇതാ പത്രത്താളൊരുക്കാം എന്ന പാഠഭാഗത്തിലെ 44-ാം പേജിൽ ഇതിലും 2 ക്വസ്റ്റ്യൻ മാത്രമാണ് ഉള്ളത്. ചോദ്യം 1. സ്ക്രൈബസ് പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? എ. വീഡിയോ എഡിറ്റിംഗ്. ബി. ഫോട്ടോ എഡിറ്റിംഗ്. സി. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഡി. 3D മോഡലിംഗ്. ഉത്തരം ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. അടുത്ത ചോദ്യം. സ്ക്രൈബസിൽ ടെക്സ്റ്റ് ഫയൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എ. രൂപങ്ങൾ വരയ്ക്കുന്നതിന്. ബി. വാക്യങ്ങൾ എഴുതി ഫോർമാറ്റ് ചെയ്യുന്നതിന്. സി. ഇമേജുകൾ ചേർക്കുന്നതിന്. ഡി. പശ്ചാത്തലത്തിലേക്ക് നിറം ചേർക്കുന്നതിന്. അപ്പോൾ ഉത്തരം കേട്ടാൽ തന്നെ നമുക്കറിയാം, ടെക്സ്റ്റ് ഫ്രെയിമാണ്. ഉത്തരം ബി ആണ്, വാക്യങ്ങൾ എഴുതി ഫോർമാറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, IT ടെക്സ്റ്റിലെ 2 പാഠഭാഗ ചോദ്യോത്തരങ്ങൾ നമ്മളിവിടെ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠത്തിലെ ചോദ്യോത്തരവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.